ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഭയങ്കര സിമ്പിൾ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് മിസ്സാതിരിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് 2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഇതിന് യൂസ് ചെയ്യാനായിട്ട്. അത് ഞാൻ 1 കപ്പ് അളവിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഈ കാണുന്നത് പോലെ കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് പാലൊഴിക്കുക. ഇനി ഈ പാലിലോട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അത് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ടും അരിപ്പൊടി ഇതിലോട്ട് ഇടാം. അത് തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർക്കണം കേട്ടോ, വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പാല് നല്ല തിളച്ച് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈ ബോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിട്ട് ഒരു 2 മിനിറ്റ്സ് നമ്മൾ ഇളക്കിയൊന്നും കൊടുക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. പൊടിഞ്ഞു പോകും, അതിൻ്റെ പേരിലാണ്. അത് കഴിഞ്ഞിട്ട് പയ്യെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന പച്ചരിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇരിക്കണം കേട്ടോ. നമുക്ക് ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് വറ്റി നല്ല കുറുകി വരണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പാലെല്ലാം കുറുകി ഈ ഒരു ലെവലിലായിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാൽ കൊഴുക്കട്ട നമുക്ക് ശർക്കരയിലും ഉണ്ടാക്കാം. ശർക്കരയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് തേങ്ങാപ്പാൽ വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാലൊരിക്കലും യൂസ് ചെയ്യല്, പിരിഞ്ഞു പോവും, അതിൻ്റെ പേരിലാണ്. അപ്പം നമ്മുടെ പാലെല്ലാം കുറുകി വരുന്ന ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഒരു കുഞ്ഞു കപ്പിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയും യൂസ് ചെയ്യാം. ഫൈനലി ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1/2 മുറി തേങ്ങയുടെ പാലാണ് കേട്ടോ. 1-ാം പാലാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമ്മുടെ പാൽക്കൊഴുക്കട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരുപാട് നേരം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പാൽക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്, ആദ്യമായിട്ടാണ് കഴിക്കുന്നതും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ബൈ.